വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല വിധി നടപ്പാക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാർ നിറവേറ്റുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. എതിർപ്പുകാർ സാമൂഹ്യ പിന്തുണയില്ലെന്ന് കാണുമ്പോൾ പിന്മാറും. ക്ഷേത്രത്തിൽ രക്തമൊഴുക്കാൻ അനുവദിക്കില്ലെന്ന ശ്രീധരൻപിള്ളയുടെ പരാമർശം കാര്യങ്ങൾ മനസ്സിലാക്കാതെയെന്നും കടകംപള്ളി പറഞ്ഞു. കൈരളി പീപ്പിൾ ടിവിയിലെ അന്യോന്യം പരിപാടിയിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. വിധി നടപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. എന്നാൽ സർക്കാരിന്റെ മുൻകൈയിലാണ് ശബരിമലയിൽ ബോർഡിന്റെ എല്ലാ പ്രവർത്തനവും നടക്കുന്നത്. ശബരിമല വിധി നടപ്പാക്കുന്നതിലും അതുതന്നെയായിരിക്കും രീതിയെന്ന് കൈരളി പീപ്പിളിലെ അന്യോന്യം പങ്ക്തിയിൽ കടകംപള്ളി അറിയിച്ചു. സുപ്രീംകോടതിയുടെ തീരുമാനം നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു നിയമവാഴ്ച നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ നിയമവാഴ്ച സംരക്ഷിക്കപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നിട്ട് ശബരിമലയുടെ കാര്യങ്ങൾ നടത്തുന്നതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും എല്ലാ മെഷീനറിയും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഓരോ ശബരിമലയിലെത്തുന്ന യുവതികൾക്ക് സംരക്ഷണം നൽകുമെന്ന സർക്കാർ നിലപാട് വെല്ലുവിളിയെന്ന ബിജെപി സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണം കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. ക്ഷേത്രത്തിൽ രക്തമൊഴുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന അദ്ദേഹത്തിന്റെ പരാമർശവും അസ്ഥാനത്താണ്. ശ്രീധരൻപിള്ള പറഞ്ഞതിൽ അമ്പലത്തിൽ ചോരയൊഴുക്കാൻ അനുവദിക്കില്ല എന്നൊരു പരാമർശവും കൂടി ഉണ്ട്. അങ്ങനെയൊക്കെ ഒഴുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മൾ ക്ഷേത്ര പരിസരം വളരെ പാവനമായിരിക്കണമെന്ന് കരുതുന്നതായിട്ടുള്ളൊരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. സുപ്രീംകോടതി വിധി നടപ്പാക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. അത് നിറവേറ്റും. സമവായത്തോടെ വിധി നടപ്പാക്കണമെന്നു തന്നെയാണ് ആഗ്രഹം. സുപ്രീംകോടതി വിധിയിൽ എതിർപ്പുള്ളവർക്ക് അത് പറയാം. പക്ഷേ വിധി നടപ്പാക്കുന്നതിനെ ആരും എതിർക്കുമെന്ന് കരുതുന്നില്ല. ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിനെ ഇപ്പോഴും എതിർക്കുന്നവർ സാമൂഹിക പിന്തുണയില്ലെന്ന് കാണുമ്പോൾ സ്വയം പിന്മാറും. കോടതി വിധിയെ നിയമപരമായി എതിർക്കുമെന്ന് പറയുന്നവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. അവർ കോടതിയിൽ പോയാൽ ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം നൽകുന്നതിൽ തെറ്റില്ലെന്ന നിലപാട് തന്നെ സർക്കാർ കോടതിയിൽ തുടർന്നും കൈക്കൊള്ളുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ കൈരളി പീപ്പിൾ ടിവിയിലെ അന്യോന്യം പരിപാടിയിൽ പ്രതികരിച്ചു. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സ്ത്രീകൾ ശബരിമലയിൽ എത്തുമെന്ന് കരുതുന്നില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ. ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുഖ്യമന്ത്രിയും കൂടിക്കാഴ്ച നടത്തി. പുനഃപരിശോധനാ ഹർജി ബുധനാഴ്ച നടക്കുന്ന ബോർഡ് യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് പത്മകുമാർ പറഞ്ഞു. ശബരിമലയിലെ സ്ത്രീപ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അടുത്ത മണ്ഡലമകരവിളക്ക് കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ ബോർഡ് ചെയ്യണമെന്നും സർക്കാരിൽ നിന്നും എന്ത് സഹായങ്ങൾ ലഭിക്കുമെന്നതും ചർച്ചാ വിഷയമായി. സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിലയ്ക്കലിൽ 100 ഏക്കർ സ്ഥലം അനുവദിക്കണമെന്ന ആവശ്യം ദേവസ്വം ബോർഡ് ഉയർത്തി. ഇതിന് അനുകൂല നിലപാട് ഉണ്ടാകും ഉറപ്പ് നൽകിയതായും ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞു. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിലേക്ക് കൂടുതൽ സ്ത്രീകൾ എത്തുമെന്ന് കരുതുന്നില്ലെന്നും പത്മകുമാർ പറഞ്ഞു. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അമിതമായി സ്ത്രീകൾ വന്നുകളയും എന്നുള്ള ധാരണ ഞങ്ങൾക്കില്ല. ശബരിമലയെ സംബന്ധിച്ചുള്ള ധാരണ, ശബരിമലയിലെ വിശ്വാസ പ്രമാണങ്ങൾ ഇതൊക്കെ കണ്ട് ഉള്ള രീതി തന്നെയായിരിക്കും നമ്മുടെ ഭക്തജനങ്ങൾ തുടരുന്നത് എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. തന്റെ വീട്ടിലെ സ്ത്രീകൾ ശബരിമലയിൽ പോകുമെന്ന് തോന്നുന്നില്ല. ഇവരുടെ വിശ്വാസത്തിൽ താൻ ഇടപെടുന്നില്ല. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം വളർത്താനല്ല, ക്ഷേത്ര സംരക്ഷണത്തിനും ആചാരപരിപാലനത്തിനുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കാമെന്നും അതോടൊപ്പം ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്താനും വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ല, ഇന്നിപ്പോൾ അമ്പലത്തിനകത്ത് വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദം നടപ്പിലാക്കാൻ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ധാരണ വേണ്ട. വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുന്ന കാര്യം അടുത്ത ദേവസ്വം ബോർഡ് യോഗത്തിൽ ആവശ്യമെങ്കിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല വിധിയിൽ ഭക്തജനങ്ങൾക്കുള്ള ആശങ്ക സർക്കാർ പരിഹരിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നത് സമവായത്തിലൂടെ വേണമെന്നും പണ്ഡിതരുടെയും കൊട്ടാരം പ്രതിനിധികളുടെയും യോഗം സർക്കാർ വിളിക്കണമെന്നും ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു. പുരോഗമന പ്രസ്ഥാനമെന്ന നിലയിൽ RSSന്റെ നിലപാട് അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം ദില്ലിയിൽ പറഞ്ഞു. ശബരിമല വിവാദം ധാരാളം ഭക്തജനങ്ങളുടെ മനസ്സിൽ വേദനയും ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട്. അതെല്ലാം സർക്കാർ പരിഗണിച്ചുകൊണ്ട് ഇതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് സമവായത്തിന് അന്തരീക്ഷം ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കണം. അതിൽ പന്തളം രാജകുടുംബത്തിൻ്റെയും അതുപോലെ തന്ത്രിമാരുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെയും താന്ത്രിക വിദഗ്ധന്മാരുടെയും എല്ലാം അഭിപ്രായം കണക്കിലെടുത്ത്
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. 2003 ബ്രൂവറി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മറുപടി പറയട്ടെയെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ. സംസ്ഥാന സർക്കാർ നിലവിൽ നിയമപരമായ ശരിയായ നിലപാടാണ് സ്വീകരിച്ചത്. ചട്ടങ്ങളുടെ ലംഘനമുണ്ടായിട്ടില്ല. കിൻഫ്രയിലെ ഭൂമി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പുമായി ആശയക്കുഴപ്പമില്ലെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ ക്ലിയറൻസും ഉണ്ടെങ്കിലേ സർക്കാർ ലൈസൻസ് നൽകുമെന്നും പ്രതിപക്ഷത്തിന്റേത് അനാവശ്യ വിവാദമെന്നും അദ്ദേഹം പ്രതികരിച്ചു. 2003 ഒരു ബ്രൂവറിക്ക് ലൈസൻസ് നൽകിയതായി രേഖയിൽ കാണുന്നുണ്ട്. അത് ആരോപണമൊക്കെ അദ്ദേഹമാണല്ലോ ഉന്നയിച്ചത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ. ഞാനതിൻ്റെ ഒരു വിവാദത്തിലേക്കും കിടക്കുന്നില്ല. ഗവൺമെൻറ് ശരിയായ നിലപാടാണ്, നിയമപരമായി ശരിയായ നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടില്ല. അതാണ് ഗവൺമെൻറ്റിൻ്റെ പൊസിഷൻ. വ്യവസായ വകുപ്പായിട്ട് യാതൊരു ആശയക്കുഴപ്പമില്ല എന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും വ്യവസായ വകുപ്പായിട്ട് യോജിപ്പാണുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കിൻഫ്രയുടെ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളമായിരിക്കും. ഒരു ബ്രൂവറി ഗ്രൂപ്പുകാർ കിൻഫ്രയോട് സ്ഥലത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ സ്ഥലം അനുവദിക്കാം എന്നുള്ളതാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ അവരാണ് തീരുമാനിക്കുക ഈ സ്ഥലം കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഗവൺമെൻറ് പ്രിൻസിപ്പിൾ അംഗീകരിച്ചിട്ടേ ഉള്ളൂ. അത് വേണോ വേണ്ടോ എന്നൊക്കെ കിൻഫ്രയ്ക്ക് തീരുമാനിക്കാം. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഇതിൻ്റെ അവസാന തീരുമാനമെടുക്കാനുള്ള അധികാരം. അപ്പോൾ അതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം പരിശോധിച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കും. പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് എല്ലാ ക്ലിയറൻസും ഉണ്ടെങ്കിലേ ഇവർക്ക് ലൈസൻസ് കൊടുക്കാൻ കഴിയുള്ളൂ. അത്തരം ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടില്ല. ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ വിവാദം ഉണ്ടാക്കുന്നത് നമുക്കറിയുന്നില്ല. രാജ്യത്തെ ഇന്ധനവില കുതിക്കുന്നു. മുംബൈയിൽ പെട്രോൾ ലിറ്ററിന് 91 രൂപയായി. ഡീസൽ 80 രൂപയിലുമെത്തി. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ ഇന്ധനവില കുതിക്കുന്നത് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നു. പെട്രോളിന് 10 പൈസയും ഡീസലിന് 17 പൈസയുമാണ് ഇന്ന് വർദ്ധിച്ചത്. അന്താരാഷ്ട്ര വിപണിയിലെ അസംസ്കൃത എണ്ണവിലയുടെ ചാഞ്ചാട്ടമാണ് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നതെന്ന ന്യായീകരണത്തിലാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ജനജീവിതത്തെ ദുസ്സഹമാക്കി ഇന്ധനവില ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമാകുന്നു. പെട്രോളിന് 10 പൈസയും ഡീസലിന് 17 പൈസയും വർദ്ധിച്ചതോടെ മുംബൈയിൽ പെട്രോൾ ലിറ്ററിന് 90 രൂപ 84 പൈസയിലെത്തി. ഇതോടെ ഉപഭോക്താവ് 91 രൂപ നൽകേണ്ട അവസ്ഥയിലാണ്. ഡീസൽ വിലയാകട്ടെ 79 രൂപ 40 പൈസയിലുമെത്തി. സംസ്ഥാന വാറ്റ് താരതമ്യേന കുറഞ്ഞ ദില്ലിയിൽ പെട്രോൾ ലിറ്ററിന് 83 രൂപ 49 പൈസയും ഡീസൽ 74 രൂപ 79 പൈസയുമാണ്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ എക്സൈസ് ഡ്യൂട്ടി 19 രൂപ 49 പൈസയിൽ തന്നെ തുടരുന്നു. നിലവിലെ സാഹചര്യത്തിൽ എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കാനാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. പകരം ബദൽ മാർഗങ്ങൾ തേടുമെന്ന് ആവർത്തിക്കുന്നു. വിലവർദ്ധനവിന്റെ സാഹചര്യത്തിൽ ഓട്ടോ ടാക്സി അടിസ്ഥാന നിരക്ക് കൂട്ടണമെന്ന് ഈ രംഗത്തെ ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചി പള്ളുരുത്തി പോലീസ് ചെന്നൈയിൽ അറസ്റ്റ് ചെയ്ത കൊള്ളപ്പലിശക്കാരൻ മഹാരാജ മഹാദേവനെ കൊച്ചിയിലെത്തിച്ചു. കേരളത്തിൽ ഇയാൾ 500 കോടിയുടെ സാമ്പത്തിക ഇടപാട് നടത്തുന്നുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ ജൂലൈയിൽ ഇയാളെ പിടികൂടിയെങ്കിലും ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ച് മഹാരാജയെ മോചിപ്പിച്ചു. തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് ചെന്നൈയിലെത്തിയ പള്ളുരുത്തി പോലീസ് അതിസാഹസികമായി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ചെന്നൈയിൽ നിന്ന് വിമാനമാർഗം കരിപ്പൂരിലെത്തിച്ച മഹാരാജയെ രാവിലെ 10:30ഓടെയാണ് കൊച്ചിയിലെത്തിച്ചത്. ഏതാനും ദിവസം മുൻപ് ചെന്നൈയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത ഇയാളെ സെയ്താപ്പേട്ട് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്ന് ട്രാൻസിറ്റ് വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് പള്ളുരുത്തി സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ കൊച്ചിയിലെത്തിച്ചത്. അതിസാഹസികമായാണ് പോലീസ് മഹാരാജയെ അറസ്റ്റ് ചെയ്തത്. ചെന്നൈയിലെ വീട്ടിൽ നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുക്കവേ അനുയായികൾ തടഞ്ഞു. വലിയ സംഘർഷത്തെ തുടർന്ന് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചാണ് മഹാരാജയെ പോലീസ് വാഹനത്തിൽ കയറ്റി വിമാനത്താവളത്തിലെത്തിച്ചത്. മഹാരാജയുടെ കൂട്ടാളികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജൂലൈയിൽ പോലീസ് മഹാരാജയെ പിടികൂടി. തുടർന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവരവേ കോയമ്പത്തൂരിൽ വെച്ച് ഗുണ്ടാ സംഘം പോലീസിനെ ആക്രമിച്ച് മഹാരാജയെ മോചിപ്പിച്ചു കൊണ്ടുപോയി. ഈ സാഹചര്യത്തിൽ ആയുധധാരികളായ കൂടുതൽ പോലീസ് സംഘത്തിന്റെ സഹായത്തോടെയാണ് ഇയാളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വ്യവസായിയായ ഫിലിപ്പ് ജേക്കബിന്റെ പരാതിയിലാണ് നടപടി. കേരളത്തിൽ മാത്രം 500 കോടിയുടെ സാമ്പത്തിക ഇടപാട് ഇയാൾ നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. വിശദമായി ചോദ്യം ചെയ്യുന്നതിന് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളാകുന്നു. പാകിസ്ഥാൻ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന UN പൊതുസഭയിലെ ഇന്ത്യയുടെ പ്രസ്താവനയ്ക്ക് അതേ നാണയത്തിൽ പാകിസ്ഥാൻ മറുപടി നൽകി. അതിർത്തിയിലും കശ്മീരിലും തീവ്രവാദികളും സൈന്യവും ഏറ്റുമുട്ടലുകൾ തുടരുകയും ചെയ്യുന്നതോടെ ഇന്ത്യ പാക് ബന്ധം കൂടുതൽ ഉലയുകയാണ്. രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് ഉചിതമായ മറുപടി കൊടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത് പ്രഭാഷണ പരിപാടിയിൽ പറഞ്ഞു. നയതന്ത്ര തലത്തിലും അതിർത്തിയിലും ഇന്ത്യ പാക് ബന്ധം വഷളാവുകയാണ്. UN ജനറൽ അസംബ്ലിയെ പരസ്പരം പഴിചാരലിന്റെ വേദിയാക്കി ഇരു രാജ്യങ്ങളും മാറ്റി. ഇന്ത്യൻ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന് പാകിസ്ഥാൻ പ്രോത്സാഹനം നൽകുന്നുവെന്ന സുഷമ സ്വരാജിന്റെ പ്രസ്താവനയ്ക്ക് ഇന്ത്യയാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നായിരുന്നു പാക് മറുപടി. പാകിസ്ഥാനിലെ തീവ്രവാദത്തിന് ഇന്ത്യ പണം നൽകി പ്രോത്സാഹനം നൽകുന്നുവെന്നും പാകിസ്ഥാൻ ആരോപിച്ചു. കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹം ചർച്ച ചെയ്യണമെന്നും പൊതുസഭയിൽ ഇന്ത്യക്ക് മറുപടിയായി പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി പറഞ്ഞു. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ തീവ്രവാദികളെ പാകിസ്ഥാൻ സംരക്ഷിക്കുകയാണെന്ന സുഷമ സ്വരാജിന്റെ പ്രസ്താവനയ്ക്ക് പെഷവാർ സ്കൂൾ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നായിരുന്നു പാക് മറുപടി. അതിർത്തിയിലും സംഘർഷം വർദ്ധിക്കുകയാണെന്ന് സമീപ ദിവസങ്ങളിലെ സൈനികരുടെ കൊലപാതകങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്നും ഭീകരാക്രമണത്തിൽ ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനുമായി സമാധാന ചർച്ചയാകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ചർച്ചയിൽ നിന്ന് ഇന്ത്യ പിന്നീട് പിന്മാറുകയായിരുന്നു. അതിർത്തിയിൽ 3 സൈനികർ കൊല്ലപ്പെട്ടതാണ് കാരണമായി ഇന്ത്യ വ്യക്തമാക്കിയത്. സമാധാന ചർച്ച തീരുമാനിച്ച അന്തരീക്ഷത്തിൽ നിന്നും 10 ദിവസത്തിനിടെ ബന്ധം കൂടുതൽ വഷളായത് പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇമ്രാൻഖാന് തിരിച്ചടിയാണ്. അതേസമയം പാകിസ്ഥാനുമായി ചർച്ചകൾ നടത്താതിരിക്കുന്നത് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് നേട്ടം മുന്നിൽ കണ്ടാണെന്നും വിലയിരുത്തലുകളുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. റഫേൽ കരാറിൽ അനിൽ അംബാനിയുടെ സ്ഥാപനത്തെ ഉൾപ്പെടുത്താൻ പ്രതിരോധ നിയമങ്ങളും ചട്ടങ്ങളും മോദി സർക്കാർ മാറ്റിയെഴുതി. 2016 നിലവിൽ വന്ന പ്രതിരോധ സംഭരണ നടപടി ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനു തൊട്ടുമുൻപുള്ള വർഷമായ 2015 അനിൽ അംബാനിയുടെ കമ്പനിയുമായി കരാർ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് രേഖകൾ. റഫേൽ കരാറിനെതിരെ ഉദ്യോഗസ്ഥർ വിയോജനക്കുറിപ്പ് എഴുതിയിരുന്നതെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് കരാർ ഒപ്പിടുമ്പോൾ ഇല്ലാത്ത നിയമം പിന്നീട് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുന്നത്. NDA സർക്കാർ 2016 ഏപ്രിൽ 1 പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വാങ്ങാനായി പ്രതിരോധ സംഭരണ നടപടിക്രമം കൊണ്ടുവന്നത്. ഈ ചട്ടത്തിലെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് റിലയൻസും റഫേൽ നിർമ്മാണ കമ്പനിയായ ദസാൾട്ടും തമ്മിലുള്ള സംയുക്ത നിർമ്മാണ സംരംഭമായ ദസാൾട്ട് റിലയൻസ് നിലവിൽ വന്നതെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. പക്ഷേ 2015 തന്നെ അനിൽ അംബാനി സംയുക്ത സംരംഭം ആരംഭിച്ച് കരാറിന്റെ ഭാഗമായി. അതായത് റിലയൻസിനെ കേന്ദ്ര സർക്കാർ റഫേൽ കരാറിന്റെ ഭാഗമാക്കുന്നത് ഇല്ലാത്ത നിയമത്തിലെ ചട്ടങ്ങളുടെ പേരിൽ. പിന്നീട് നിയമസാധുത നൽകാൻ ചട്ടമുണ്ടാക്കി. ദസാൾട്ട് ഏവിയേഷൻ 2018 ഏപ്രിൽ 23 പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇക്കാര്യം സമ്മതിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഫേൽ കരാർ പാരീസിൽ പ്രഖ്യാപിച്ച് 14 ദിവസത്തിനുള്ളിലാണ് അനിൽ അംബാനി റിലയൻസ് എയറോസ്ട്രക്ചർ രജിസ്റ്റർ ചെയ്തത്. റിലയൻസ് ഡിഫൻസിന് രൂപം നൽകിയത് 2015 മാർച്ച് 28. ഈ സമയത്ത് നിലവിലുണ്ടായിരുന്നത് 2013 പ്രതിരോധ സംഭരണ ചട്ടം മാത്രം. ഇതനുസരിച്ച് ദസാൾട്ട് ഏവിയേഷൻ ഇന്ത്യൻ പങ്കാളിയെ കണ്ടെത്താൻ നടത്തുന്ന എല്ലാ കാര്യങ്ങളും പ്രതിരോധ മന്ത്രാലയത്തെ അറിയിച്ച് അനുമതി തേടണം. 2016 റിലയൻസിനെ സഹായിക്കാൻ ഇതിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തിയത്. അതുപ്രകാരം ദസാൾട്ട് റിലയൻസിനെ തെരഞ്ഞെടുത്ത ശേഷം പ്രതിരോധ മന്ത്രാലയത്തെ അറിയിച്ചാൽ മതി. പക്ഷെ 2015 ഉണ്ടാക്കിയ കരാറിന് അതിനുശേഷം വന്ന നിയമം എങ്ങനെ അനുമതി നൽകുമെന്ന ചോദ്യത്തിന് മാത്രം കേന്ദ്ര സർക്കാരിന് മറുപടിയില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. മലയാളി നാവികൻ അഭിലാഷ് ടോമി യുവതലമുറയ്ക്ക് പ്രചോദനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലാണ് മോദി അഭിലാഷ് ടോമിയെ അഭിനന്ദിച്ചത്. ഗോൾഡൻ ഗ്ലോബ് പ്രയാണത്തിനിടെ അപകടത്തിൽപ്പെട്ട അഭിലാഷ് ടോമിയുമായി ഫോണിൽ സംസാരിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നാവികന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലേക്ക് UAE-യിൽ നിന്ന് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിന് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ വിമാന കമ്പനികൾ വർദ്ധിപ്പിച്ച നിരക്ക് പിൻവലിച്ചു. UAE നയതന്ത്ര കാര്യാലയങ്ങളുടെ ഇടപെടലാണ് നിരക്കിളവ് പുനഃസ്ഥാപിക്കാൻ നിർബന്ധിതമാക്കിയത്. ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മൃതദേഹം തൂക്കിനോക്കി 1 കിലോയ്ക്ക് 31 ദിർഹമാണ് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈടാക്കിയിരുന്നത്. അത് 17 ദിർഹമാക്കി. എന്നാലും മൃതദേഹം തൂക്കിനോക്കി നിശ്ചയിക്കുന്നത് ഒഴിവാക്കണമെന്ന് സാമൂഹിക സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. സാലറി ചലഞ്ചിന് പിന്തുണയുമായി SNDP-ക്ക് കീഴിലുള്ള എല്ലാവരും സാലറി ചലഞ്ചിൽ സംഭാവന നൽകണമെന്നും നവകേരള സൃഷ്ടിയിൽ ഭാഗമാകണമെന്നും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ഒരു മാസത്തെ ശമ്പളം നൽകണമെന്നുള്ളതിന് പൂർണ്ണമായിട്ടും ഒരു ജനകീയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും പൂർണ്ണമായിട്ടും ആൾക്കാർ എന്നോട് യോജിക്കുന്നില്ല. ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥർ ഇപ്പോഴും പിന്തിരിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ ഇതിന് മാതൃകയായിട്ട് ഇപ്പോൾ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വന്നിരിക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളെ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തിരിക്കുകയാണ്. തൻ്റെ സ്ഥാപനങ്ങൾക്കും തൻ്റെ കീഴിലുള്ള എല്ലാവരും മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു മാസത്തെ ശമ്പളം നൽകണമെന്നൊരു അഭ്യർത്ഥന അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. എന്താണ് ഇത്തരത്തിലൊരു അഭ്യർത്ഥന പൂർണ്ണമായിട്ട് നടത്താൻ കാരണം? കേരളം വലിയൊരു ദുരന്തത്തെ നേരിടുകയാണ്. ആ ദുരന്തത്തെ വളരെ സമർത്ഥമായി നേരിട്ട് നമ്മൾ അതിനെ അതിജീവിച്ച് നിൽക്കുമ്പോൾ അതിനൊരു പുനർനിർമ്മാണം നടത്തേണ്ടത് ഈ രാജ്യത്ത് അനിവാര്യ ഒന്നാണ്. ആ അനിവാര്യത ആയ ആ ഒന്നിനെ നടപ്പിലാക്കുന്നതിന് സമ്പത്ത് അനിവാര്യമാണ്. അതിന് ഈ രാജ്യത്തെ അപാലവൃദ്ധം ജനങ്ങളുടെ സഹകരണവും സഹായവും സർക്കാരിന് അഭികാമ്യമായും അടിയന്തരമായും ലഭിച്ചേ പറ്റും. നമ്മുടെ സഹായം കൊണ്ട് മാത്രം ഇത് നടപ്പാകില്ല. മറ്റ് കേരള ഗവൺമെൻറ്റിൽ നിന്ന് സമാഹരിക്കുന്നത് കൂടാതെ ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ സഹായം ലഭിക്കാതെ നമ്മുടെ നഷ്ടം പരിഹരിക്കാൻ സാധ്യതയില്ല. കാരണം കോടാനുകോടിയുടെ നഷ്ടമാണ്. പ്രത്യേകിച്ചും ഒരുപാട് ഭാഗങ്ങൾ മുങ്ങിപ്പോയി. ഇതിൽ നിന്നൊരു പുനരുദ്ധാരണം ഉണ്ടാകണമെങ്കിൽ സമ്പത്ത് ഉണ്ടായേ പറ്റൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന് സാഗർ ചലഞ്ച് എന്ന നിലയിൽ സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അതിന് സഹകരിക്കാനുള്ള ഒരു ബാധ്യത ശ്രീനാരായണ പ്രസ്ഥാനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ SNDP യോഗത്തിൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും, SN ട്രസ്റ്റിൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും, ശാഖായോഗത്തിൻ്റെ കീഴിലുള്ളത്, യൂണിയൻ്റെ കീഴിലുള്ളത്, അങ്ങനെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ എല്ലാം കീഴിൽ പ്രവർത്തിക്കുന്ന 7 സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഉള്ള ഉദ്യോഗം വഹിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മുഖ്യമന്ത്രിയുടെ സാലറി ചലഞ്ച് പദ്ധതിയിൽ സഹകരിച്ച് സഹായിക്കണമെന്ന് ഞാൻ വിനീതമായി SNDP ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച വിധിയെ നിയമപരമായി നേരിടുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. എല്ലാ കേസിനും പോയാൽ കോടതിയിൽ നിന്ന് ഇറങ്ങാനാകില്ല. പ്രതികൂല വിധി അയ്യപ്പന്റെ ശാപമെന്ന് കരുതുന്നവർ അങ്ങനെ പറഞ്ഞോട്ടെയെന്നും കടകംപള്ളി പറഞ്ഞു. പീപ്പിൾ ടിവിയിലെ അന്യൂനത്തിലായിരുന്നു കടകംപള്ളിയുടെ പ്രതികരണം. ജനകീയ പോരാട്ടങ്ങളുടെയും മുന്നിൽ തന്നെ തലസ്ഥാന നഗരി ഞാൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 100 കണക്കിന് കേസുകൾ എൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണിത്. അതിൽ ഒരു കേസ് മാത്രം വഴി തടഞ്ഞതിനാണ്. അതെ, വഴി തടഞ്ഞതിനാണ്. അപ്പോൾ സ്വാഭാവികമാണ് അത്തരം കേസുകൾ വഴി തടഞ്ഞാൽ കേസെടുത്തേ പറ്റുള്ളൂ, നിയമപരമായിട്ട് കേസെടുത്തേ പറ്റുള്ളൂ. ഈ എല്ലാ കേസിനും കൃത്യമായിട്ട് ഹാജരാകുക എന്ന് പറഞ്ഞാൽ എനിക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. അവിടെ തന്നെ സ്ഥിരമായിട്ട് താമസിക്കേണ്ട ഒരാളായിട്ട് മാറുക. ഞാനങ്ങനെ ഒരു പിടികിട്ടാ പുള്ളിയല്ല. ഞാൻ 24 മണിക്കൂർ ഇവിടെയുണ്ട്. എപ്പോൾ വേണമെങ്കിലും കോടതിയുടെ മുന്നിൽ ഹാജരാകാൻ ഞാൻ തയ്യാറാണ്. പോലീസിനെ സറണ്ടർ ചെയ്യാൻ തയ്യാറാണ്. യാതൊരു പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അയ്യപ്പന്റെ ഒരു കോപമാണ് എന്ന വ്യാഖ്യാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഫലിതത്തെക്കുറിച്ച് എന്ത് പറയുന്നു? അത് പറയുന്നവർക്ക് അങ്ങനെ എന്തും പറയാമല്ലോ. അങ്ങനെ അതിനെ കണ്ടാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് അത് ആസ്വദിക്കാം, നമുക്കത് ആസ്വദിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ കാര്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യുവാവ് പനി ബാധിച്ച് മരിച്ചത് നിപയല്ലെന്ന സ്ഥിരീകരണം. H1N1 മൂലമാണ് മരണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയിച്ചു. മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലമാണ് H1N1 സ്ഥിരീകരിച്ചത്.